നമ്മളിന്ന് ഉമൽഗുൻ സൂവിലേക്ക് പോവാണ്. ഏകദേശം ഒരു 5 മണി ആയിട്ടോ നമ്മൾ ഈ സൂവിലൊക്കെ പോകാനുള്ളൊരു ഡിസിഷൻ എടുത്തപ്പോൾ തന്നെ. പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ പുറത്ത് എവിടെ പോവും എന്ന് വിചാരിച്ചിട്ട് ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ സൂവിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഉമൽഗുൻ സൂവിലേക്ക് പോകുന്നൊരു വഴി. കുറച്ചുകൂടെ ഡെസേർട്ട് ഏരിയയിലായിട്ടാണ് ഈ ഒരു സൂ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം സൂവിൻ്റെ അടുത്തേക്ക് എത്താറായി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ ഉമൽഗുൻ സൂവിൻ്റെ അകത്തേക്ക് കയറി. 25 ദിറംസ് ആണ് ഇവിടെ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ്സ് എടുത്തിട്ട് പിന്നെ ഇവിടെ ആനിമൽസിനുള്ള ഫീഡ് വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. 5 ദിറംസ് ആണ് ആനിമൽസിന് കൊടുക്കുന്ന ഫീഡിനുള്ള റേറ്റ്. അപ്പോൾ നമ്മളിത് ഈ സൂവിൻ്റെ അകത്തേക്ക് ആനിമൽസിനെ കാണാൻ വേണ്ടിയിട്ട് കയറി. ഫസ്റ്റ് നമ്മൾ ഈ ബെയേഴ്സിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ പോയത്. ഇവിടെ ഈ ബെയേഴ്സിൻ്റെയൊക്കെ സൈഡിൽ അത്യാവശ്യം നല്ല കാര്യമായിട്ടുള്ള സൂ ആയതുകൊണ്ട് നല്ല കാര്യമായിട്ടുള്ള സ്മെല്ലും ഉണ്ട്. ഇവരിങ്ങനെ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ട് കുറേ ഇങ്ങനെ എന്താ പറയുക കുറേ ഇങ്ങനെ കമ്പികൾ വെച്ചിട്ടാണ് ഇവർ ഇട്ടേക്കുന്നത്. അപ്പം 3-4 റോയിൽ തന്നെ ഇങ്ങനെ കമ്പികൾ വെച്ചിട്ടുള്ള ഗ്രില്ലും ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് വീഡിയോസൊന്നും അത്ര നമുക്ക് കറക്റ്റായിട്ടൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ നടക്കാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതൊരു വലിയ സൂ ആണ്. നമ്മൾ മുന്നേ UAE പിഗ്മി സൂവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കമ്പയർ ചെയ്തിട്ട് ഇത് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സൂ ആണ്. ആനിമൽസും കൂടെ കമ്പാരിറ്റീവ്ലി ഇവിടെയാണ് കേട്ടോ കുറച്ച് കൂടുതലുള്ളത്. ഇനി ഇവിടെ ഒരു ടൈഗറിനെ ഇങ്ങനെ ഒരു കുറച്ച് സ്പേസിൽ, അതായത് ചങ്ങല ഭയങ്കരമായിട്ട് അതിന് മൂവ്മെൻറ്റ് അധികം ഇല്ലാത്ത രീതിയിൽ അതിനെ കെട്ടിയിട്ടിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 200 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈഗറിനെ പിടിച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക ഫോട്ടോ എടുക്കാം. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഫോട്ടോ എടുത്തു. അതിൻ്റെ അടുത്തേക്കൊന്നും പോയില്ലായിരുന്നു. ഈ സൂവിൽ നമുക്ക് ടൈഗേഴ്സ്, അതേപോലെ തന്നെ ലയൺ അതൊക്കെ ഉണ്ട്. പിന്നെ ഹൈനാസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതാണ് ഈ സൂവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. കുറച്ചധികം വൈൽഡ് ആനിമൽസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഹൈനാസിനെ ഒന്നും അങ്ങനെ അധികം കാണാറില്ല, പക്ഷേ ഇവിടെ നമുക്കതിനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ബേബി കപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. മുന്നേ അതിനെയൊക്കെ എടുക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം മറ്റേ ടൈഗറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ.
കബ്സിനെ ഒന്ന് എടുക്കുക. പിന്നെ അതേപോലെ ഒരു സ്നേക്കൊക്കെ നമ്മൾ മുന്നത്തെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. നമ്മൾ കബ്സിനെയൊക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കബ്സിനെ ഒന്നും ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ പോകുന്നത് ഒരു എന്താ ഇവിടുത്തെ ഒരു ചിമ്പാൻസി ഉണ്ട്. ഭയങ്കര ക്യൂട്ടാണ്. അപ്പം എല്ലാ കുട്ടികളും ആണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും അതിൻ്റെ അടുത്ത് തന്നെയാണ്. എപ്പോഴും ഒരു ക്രൗഡ് ഉണ്ടാവും അതിൻ്റെ ചുറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ മെക്കാവൂസൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എടുത്തു തരൂ കേട്ടോ അവർ കയ്യിൽ. അപ്പോൾ ഹസ്ബൻഡ് അതിനെടുത്തു. ഇത് കുറച്ചിങ്ങനെ ദേഷ്യം പിടിച്ച രീതിയിലുള്ള മക്കാവ് ആയിരുന്നു കേട്ടോ. ഭയങ്കര അഗ്രസീവായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മളാരും എടുത്തില്ല. ഹസ്ബൻഡിൻ്റെ കയ്യിൽ അവരെടുത്ത് വെച്ചു കൊടുത്തു. പക്ഷെ എന്നാൽ കൂടെ പുള്ളി അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നൊന്നുമില്ല. ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടുള്ള സ്വഭാവമായിരുന്നു. പിന്നെ ഇവിടെ ഓസ്ട്രിച്ചൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. കുറേ ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു ഇവിടെ. നമുക്ക് തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഓസ്ട്രിച്ചും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ജിറാഫിനെയാണ്. കാരണം ഞാൻ ജിറാഫിനെ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ ഫീഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനെ ടച്ച് ചെയ്യാനൊക്കെ പറ്റും. നമ്മുടെ കയ്യിൽ ഈ ഫീഡ് ഉള്ളതുകൊണ്ടേ നമ്മൾ എല്ലാ ആനിമൽസിനും ഈ ഫീഡാണ് കാണിക്കുക, അതടുത്ത് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏകദേശം സൂ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിത് ഇറങ്ങാൻ നിൽക്കുകയാണ്. രാത്രിയായപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ബേഴ്സ് നടക്കുന്നത് കുറച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അകത്തും ഒരു ടൈഗർ ഉണ്ട് കേട്ടോ, ഈ കൂടിൻ്റെ അകത്തും. ഇതാണ് നമ്മൾ ഒരു സൂവിൻ്റെ ഒരു എൻറ്റയർ വ്യൂ വരുന്നത്. അപ്പോൾ നമ്മളിതേ വീട്ടിലേക്ക് പോവാണ്. നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെൽബൺ സൂവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ സൂവിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.